ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. ലേറ്റസ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. സോ ക്യാഷിന്റെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഡ്യൂറിങ് ദ പെർട്ടിക്കുലർ പീരീഡ്, ഒരു കാലയളവ് എടുത്തുകൊണ്ട് ആ കാലയളവിലേക്ക് ആ സമയത്തിൽ നമ്മുടെ ക്യാഷിന്റെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, ഇൻഫ്ലോ പറഞ്ഞാൽ കമ്പനിയിലേക്ക് വരികയും ഔട്ട്ഫ്ലോ പറഞ്ഞാൽ കമ്പനിയിൽ നിന്ന് പോവുകയും ചെയ്യും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ receipt and payments of the cash during a particular period. So cash and cash equivalents ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. The term cash here stand for cash and cash equivalents. A cash flow statement includes only those items which affect the cash. Cash and cash equivalents. That means cash അല്ലെങ്കിൽ cash in hand അല്ലെങ്കിൽ ഷോർട്ട് ടേം ഡെപ്പോസിറ്റോ, കമ്പനി ഒരു എന്ന് പറയാ പെട്ടെന്ന് ലിക്വിഡിറ്റി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് എന്ത് വിളിക്കാൻ പറയും, ക്യാഷ് ഇക്വാലൻസ് എന്ന് വിളിക്കാൻ പറ്റും. സോ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? മെഷർമെന്റ് ഓഫ് ക്യാഷ്, ജനറേറ്റിംഗ് ഇൻഫ്ലോ ഓഫ് ക്യാഷ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റി, പ്രൊഡക്ഷൻ ഓഫ് ഫ്യൂച്ചർ, അസസിംഗ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി പൊസിഷൻ ഓഫ് എ കമ്പനി ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഓഫ് എ കമ്പനി. അപ്പോൾ ഒരു കമ്പനിയുടെ ക്യാഷിന്റെ മെഷർമെന്റ്, ഇൻഫ്ലോ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, കമ്പനിയിലേക്ക് എങ്ങനെ റെസിപ്റ്റ് കൊണ്ടുവരാം എന്നുള്ളത്, ഏതൊക്കെ തരത്തിലാണ് റെസിപ്റ്റ് വരുന്നത്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് 3 തരത്തിലുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രിഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ, എന്താണ് ക്യാഷിന്റെ ഫ്യൂച്ചർ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ എന്തായിരിക്കും എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത്. Then there are 3 cash flow activities. നമ്മൾ പറഞ്ഞു flow of cash, prediction, classification of activities. There are 3 activities: operating activity, investing activity, financing activity. അപ്പോൾ 3 തരത്തിലായിട്ട് നമ്മൾ തരംതിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി. ഈ പറയപ്പെട്ട 3 കാര്യങ്ങളെയും കൂട്ടി വിളിക്കുന്ന പേരാണ് ഏതാ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. Then first one, cash flow from operating activity. What is that? Operating activities are the main revenue generating activities of an enterprise. Then as such, they include cash flow from those transactions then and events which enter into the ascertainment of net profit and loss of a company. That means ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസ്, കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് വഴി അതിന്റെ മേജർ റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി ആണ് ഏതെന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ മേജർ റവന്യൂ, ഒരു കമ്പനി ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ നെറ്റ് പ്രോഫിറ്റ് ആണ് കമ്പനിയുടെ ഏതെന്ന് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ക്യാഷ് സെയിൽസ് ഉണ്ടാവാം, ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് പർച്ചേസ് നടന്നിട്ടുണ്ടാവാം, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഏതൊക്കെയാ വരുന്നത് എന്നുള്ളതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ കുറച്ച് എന്ത് വരുന്നു എന്ന് പറയാ എക്സാമ്പിൾസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഒന്ന് ക്യാഷ് ഇൻഫ്ലോ വരാനുള്ള സാധ്യത, ക്യാഷ് ഔട്ട്ഫ്ലോ വരാനുള്ള സാധ്യത. ഇൻഫ്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് സെയിൽ, സാധനം വിറ്റു നമുക്ക് ഇൻഫ്ലോ ഉണ്ടാവാം, കടം കൊടുത്ത അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റർ, കമ്മീഷൻ ആൻഡ് ഫീസ് റിസീവ്ഡ്, റോയൽറ്റി റിസീവ്ഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാം റിസീവ്ഡ് അഥവാ ഇൻകം സൈഡിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ നമുക്ക് ഏതിലെടുക്കാൻ പറ്റും, ക്യാഷ് ഇൻഫ്ലോയിൽ എടുക്കാൻ പറ്റും. ദെൻ ഔട്ട്ഫ്ലോ, ക്യാഷ് പർച്ചേസ് നടന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തിട്ടുണ്ട്, ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്, വേജസ് കൊടുത്തിട്ടുണ്ട്, സാലറീസ് കൊടുത്തിട്ടുണ്ട്, കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, സപ്ലയേഴ്സിന് പൈസ കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, അഥവാ ഗവൺമെന്റ് ടാക്സ് കൊടുത്തിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, വേജസ്, സാലറി, റെന്റ്, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ വരുന്നു, ക്യാഷ് ഔട്ട്ഫ്ലോയിൽ വരികയും ചെയ്യും. Then it is affect the transaction of net income. നെറ്റ് ഇൻകത്തിൽ എന്ത് ചെയ്യും, ഇത് എഫക്ട് ചെയ്യാറുണ്ട്. അടുത്തതാണ് ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ടാവാറുണ്ട്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. സോ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യാറുള്ളത്,
ചെയ്യാറുള്ളത് എന്നുള്ളതൊന്നും പറഞ്ഞു പോകുന്നു എന്നുള്ളൂ. ദെൻ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. Cash flow from investing activity. Investing activity include purchase and sale of a long-term asset, such as a fixed asset like land, building, plant, machinery, etc. Not held for resale. റീസെയിലിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ലാത്ത എല്ലാ വസ്തുക്കളും നമുക്ക് ഏതിലെടുക്കാൻ പറ്റും? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ. ഇപ്പോൾ ഒരു ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കി റീസെയിലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഒരു ലാൻഡ് നമ്മൾ വാങ്ങിച്ചു, ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങിച്ചു, മെഷീനറി നമ്മൾ വാങ്ങിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിലെടുക്കും? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ എടുക്കും. These activities also include the purchase and sale of such investment which are not included in cash equivalent. ക്യാഷ് ഇക്വാലൻസ് എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഷോർട്ട് ടേം പീരീഡിലാണ് ക്യാഷ് ഇക്വാലൻസ് ഉണ്ടാവുക. അപ്പൊ ലോങ് ടേം നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ലോങ് ടേമിൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഒരു വസ്തു വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഏതിലെടുക്കാൻ പറ്റും? ഈ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് ലൈക്ക് ഗുഡ് വില്ല്, പേറ്റന്റ്, സംതിങ് ലൈക്ക് ദാറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വിറ്റിട്ടുണ്ടെങ്കിൽ അതൊക്കെ മോർ ദാൻ 1 ഇയർ എടുക്കുന്ന ഒരു കാര്യമാണ്. ഏതാ? ഒരു വർഷത്തിൽ കൂടുതലും എടുക്കുന്ന ഒരു സാധനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്? എടുക്കാറുള്ളത്. ദെൻ ഏതൊക്കെ തരത്തിലാണെന്നാണ്? ക്യാഷ് ഇൻഫ്ലോ, ക്യാഷിന്റെ ഇൻഫ്ലോ വരാനുള്ള സാധ്യത. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവറി. Then cash outflow, purchase of fixed asset, purchase of investment, then working capital, etc. So that is called ഇത്രയുമാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. And the third one, that is called cash flow from financing activity. That means financial activities are the transaction or business transaction or business events that affect long-term liabilities and equity. In other words, financial activities are transactions with the creditors or investors used to fund their company operation or expansion. That means ഒരു കമ്പനിയുടെ വളർച്ച അല്ലെങ്കിൽ ആ കമ്പനി വലുതാക്കുന്നതിന് എന്താ പറയാ സ്ട്രക്ചറിങ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രത്യേകിച്ച് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഷെയർ ഇഷ്യൂ ചെയ്യുക, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക, ഡിബഞ്ചർ റിഡീം ചെയ്യുക തുടങ്ങിയ കാര്യം. അഥവാ നമ്മൾ എവിടേക്ക് എന്നൊക്കെയാണോ ഫണ്ട് സോഴ്സ് കണ്ടെത്തുന്നത്, ആ സോഴ്സിനെ അല്ലെങ്കിൽ ഫണ്ട് കണ്ടെത്തുന്ന ഒരു പ്രോഗ്രാം നടത്തണം അല്ലെങ്കിൽ ഒരു സംഭവം നടത്തണം എന്നുണ്ടെങ്കിൽ ഈ അവിടേക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് എവിടെ നിന്നൊക്കെ കണ്ടെത്തുന്നുവോ അതൊക്കെ ഇതിൽ വരുന്നു? ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരികയും ചെയ്യും. ഇനി നോക്കി നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് in financing activity. Cash inflow, issue of shares in cash, issue of debentures in cash, proceeds of long term borrowing. Outflow, കമ്പനിയിൽ പുറത്തേക്ക് പോകുന്നത് പേയ്മെന്റ്, ലോൺ കൊടുക്കുക, ലോൺ തിരിച്ചടക്കാൻ നോക്കുക, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ അഥവാ റീപേയ്മെന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, റീപേയ്മെന്റ് ഓഫ് ഫിനാൻസ് lease, etc. and redemption of debentures, bonds, etc. Then repayment of loans, something like that. So ഇതൊക്കെയാണ് ഇതിൽ വരിക? ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരിക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇൻട്രസ്റ്റ്, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഇതിൽ വരുന്നു. പക്ഷെ റിസീവ്ഡ് ഏതിലാണ് വരിക? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരികയും ചെയ്യുക. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. Then preparing a statement of cash flow. ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്, ഏത് തരത്തിലാണ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. 3 ആക്ടിവിറ്റീസ് വെച്ചുകൊണ്ട്: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ടാവാം, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ടാവുകയും ചെയ്യും. സോ ആ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആൻഡ് ക്യാഷ് ഫ്ലോ, ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഈ ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് നോക്കുക. അതുപോലെ 98.8% ആൾക്കാരും ഏത് തന്നെയാണ് ഉപയോഗിക്കുക? ഇൻഡയറക്റ്റ് മെത്തേഡ് തന്നെയാണ് ഏതിൽ ഉപയോഗിക്കാറ്? ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത്രയുമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഈ 3 ആക്ടിവിറ്റീസ് നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ എക്സാമ്പിൾസുകൾ എഴുതിയെടുക്കുക. ദെൻ അത് എക്സാമ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും?
സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞു പോകുന്നു, ഇൻവെസ്റ്റിംഗ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടക്കുന്ന അതുമായി ബന്ധപ്പെട്ട് മേജർ റവന്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റി. ലോങ് ടേം ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്കാൾ കൂടുതൽ നമ്മൾ പൈസ നമ്മൾ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത്തരം വസ്തുക്കളാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരിക. ദെൻ ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തണം? നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഫണ്ട് കണ്ടെത്തണം. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഏതാ? ഈ ഫിനാൻസിങ് ആക്ടിവിറ്റി. സോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത്.